മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഒരാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ സകല കാര്യങ്ങളിലും ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈശോയുടെ പിറവിക്ക് വേണ്ടി തീക്ഷ്ണതയോടെ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുക്കത്തിൻ്റെ ഈ 7ാമത്തെ ദിവസത്തിൻ്റെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഈശോനാഥൻ നമുക്ക് നൽകുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ച് ധ്യാനിക്കുന്നു: ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജനനത്തിൻ്റെ വാർത്തയുമായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ആദ്യം എത്തിയത് ആട്ടിടയന്മാരുടെ അരികിലേക്കാണ്. ആട്ടിടയന്മാർ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുള്ളവരാണ്. അവരാടുകളുമായിട്ട് മേയ്ക്കാനായിട്ട് പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പലപ്പോഴും അവരായിരിക്കുക. സ്വന്തം ഭവനത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കാതെ ദൂരദേശത്തൊക്കെ ആടുകളെ മേയിച്ച് കിടന്ന പാവപ്പെട്ടവരാണ് ഈ ഇടയന്മാർ. ഇവരുടെ അരികിലേക്കാണ് ദൈവത്തിൻ്റെ ദൂതൻ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് എത്തുക. ജീവിതത്തിൽ സന്തോഷമില്ലാത്ത, വലിയ സദ്വാർത്തകളൊന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരുടെ അരികിലേക്ക് ദൈവം താൻ നൽകുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുവാനായിട്ട് ദൂതന്മാരെ അയക്കുകയാണ്. ഭൂമിയിൽ സന്തോഷമില്ലാത്ത പാവപ്പെട്ടവരായ മനുഷ്യരുടെ അരികിലേക്ക് സ്വർഗത്തിൻ്റെ സന്തോഷവുമായി ദൈവത്തിൻ്റെ ദൂതന്മാരെത്തുന്നു. രാജാക്കന്മാരുടെ അരികിലേക്കോ രാജഭവനങ്ങളിലേക്കോ അല്ല ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ആദ്യം എത്തുന്നത്, പാവപ്പെട്ടവരുടെ അരികിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന സന്തോഷവും ദൈവം നൽകുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആവശ്യമുള്ളത് പാവപ്പെട്ടവർക്കാണ്, ഒന്നുമില്ലാത്തവർക്കാണ്. കാരണം അവരുടെ ജീവിതത്തിൽ എങ്ങൊന്നും ഇത് ലഭിക്കാനായിട്ടില്ല. രാജകൊട്ടാരങ്ങളിലായിരിക്കുന്നവർക്ക്, പണമുള്ളവർക്ക്, സൗഭാഗ്യങ്ങളുള്ളവർക്ക് ദൈവാനുഗ്രഹം ആവശ്യമില്ല. കാരണം അവർക്കെല്ലാം ഉണ്ട്. ഒന്നുമില്ലാത്തവരുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവമെന്നും ഒന്നുമില്ലാത്തവർക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്ത നൽകുന്നവനാണ് നമ്മുടെ ദൈവമെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമാണോ ഉള്ളത്? സ്വന്തമായിട്ട് ഭവനമില്ലേ? ജോലിയില്ലേ? പരാജയമാണോ നിൻ്റെ ജീവിതത്തിൽ? സങ്കടങ്ങളാണോ? ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണോ നീ ഇന്ന് ഇരിക്കുക? നീ തിരിച്ചറിഞ്ഞുകൊള്ളുക, സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് ദൈവം നിൻ്റെ അരികിലേക്ക് വരും. ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിനക്കുള്ള രക്ഷയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ ഉയർപ്പാണ്. നിരാശപ്പെടേണ്ട. ജീവിതത്തിൽ വേദനയാണോ സങ്കടമാണോ, സന്തോഷിക്കുക. കാരണം സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി ദൈവം വേദനിക്കുന്നതിൻ്റെ അരികിലേക്ക് വരും. ഈ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഒപ്പം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹായങ്ങൾ നൽകി, പക്ഷെ ഇന്ന് നീ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയതായിട്ടുണ്ടെങ്കിൽ അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നിവർ ചെയ്യുന്ന സകല കാര്യങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. കർത്താവെ, ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ മുഴുവനും തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.